കുട്ടികളെ നമ്മളെ ക്ലാസ് ആരംഭിക്കുകയാണ്. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 11 പാഠഭാഗമാണ് നമ്മൾ ആരംഭിക്കുന്നത്. അതിൽ ദാറ്റ് വാസ് ദ എന്ന് തുടങ്ങുന്ന പാരഗ്രാഫ് മുതൽ ഫാറ്റൽ ടു അതേഴ്സ് അതാണ് ഇന്ന് എടുക്കാൻ പോകുന്ന പാഠഭാഗം അല്ലേ. അതിനു മുമ്പിട്ട് നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ഇന്നലെ ചോദിച്ചിരുന്നു. അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതൊന്ന് വായിച്ചു നോക്കാം നമുക്ക്. ദാറ്റ് വാസ് ദ ടൈം I saw a mongoose and a cobra fight to death in the garden, while I sat directly above them in the banyan tree. It was an April afternoon, and the warm breeze of approaching summer had sent everyone, including grandfather, indoors. I was feeling drowsy myself and was wondering if I should go to the pond behind the house for a swim. When I saw a huge black cobra gliding out of a clump of cactus and making for some cooler part of the garden. At the same time, mongoose, whom I had often seen, emerged from the bushes and went straight for the cobra. In a clearing beneath the tree, in bright sunshine, they came face to face. Cobra knew only too well that the grey mongoose, 3 feet long, was a superb fighter, clever and aggressive. But the cobra was skillful and experienced fighter too. He could move swiftly and strike with the speed of light, and the sacs behind his long, sharp fangs were full of deadly venom. It was to be a battle of champions. Hissing defiance, his forked tongue darting in and out, the cobra raised 3 of his 6 feet off the ground and spread his broad, spectacled hood. The mongoose bushed his tail. The long hair on his spine stood up in the past. The very thickness his hair had saved him from bites that would have been fatal to others. പാരഗ്രാഫ് നമുക്ക് നോക്കാം. ദാറ്റ് വാസ് ടൈം ഐ സോ എ മംഗൂസ്. യെസ്റ്റർഡേ ദ ബോയ് സാഡ് ഇന്നലെ കുട്ടി പറഞ്ഞിരുന്നു ഐ വാസ് സർപ്രൈസ് ടു സീ സംതിങ്. ഞാനെന്തോ ഇതുവരെ കാണാത്തൊരു കാര്യം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായ ഒരു ആശ്ചര്യമുണ്ടായി. എന്താണ് ആശ്ചര്യം നമുക്ക് നോക്കാം. ദാറ്റ് വാസ് ദ ടൈം ഐ സോ എ മംഗൂസ് ആൻഡ് എ കോബ്ര ഫൈറ്റ് ടു ഡെത്ത് ഇൻ ദ ഗാർഡൻ വൈൽ ഐ സാറ്റ് ഡയറക്ട്ലി അബോവ് ദം ഇൻ ദ ബനിയൻ ട്രീ. ഞാൻ ബനിയൻ ട്രീൻ്റെ മുകളിൽ ഇരിക്കുന്ന സമയത്ത് അന്ന് വൈകുന്നേരം കണ്ട കാഴ്ച എന്തായിരുന്നു? ദാറ്റ് വാസ് ദ ടൈം ഐ സോ എ മംഗൂസ് ആൻഡ് എ കോബ്ര ഫൈറ്റ് ടു ഡെത്ത് ഇൻ. മരണം വരെ പോരാടാനുള്ള 2 പോരാളികളെ ഞാൻ കണ്ടു. ഏതൊക്കെയാണ് പോരാളികൾ? ഒന്ന് മംഗൂസും ഒന്ന് കോബ്രയും. മംഗൂസ് നമുക്കറിയാം കീരി അല്ലേ. കോബ്ര എന്ന് പറഞ്ഞാൽ നല്ല വിഷമുള്ള പാമ്പിനാണ് നമ്മൾ എന്താ പറയുന്നത്, കോബ്ര എന്ന് പറയുന്നത്. ഇറ്റ് വാസ് എൻ ആപ്പിൾ ആഫ്റ്റർനൂൺ ആൻഡ് ദ വാം ബ്രീസ് ഓഫ് അപ്രോച്ചിങ് സമ്മർ ആൻഡ് ഹാൻ സെൻറ്റ് എവറി വൺ ഇൻക്ലൂഡിങ് ഗ്രാൻഡ്ഫാദർ ഇൻഡോഴ്സ്. അങ്ങനെ ചൂട് കാറ്റ് അടിച്ചു തുടങ്ങി. ഇത് ഏപ്രിൽ മാസമാണ്, അതുകൊണ്ട് തന്നെ വാം ബ്രീസ്, ചൂട് കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്രോച്ചിങ് സമ്മർ ഹാഡ് സെൻറ്റ് എവറി വൺ ഇൻക്ലൂഡിങ് ഗ്രാൻഡ്ഫാദർ ഇൻഡോഴ്സ്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരെയും വീട്ടിൻ്റെ അകത്തേക്ക് അയച്ചു. പുറത്ത് ചൂട് കാറ്റായതുകൊണ്ട് തന്നെ ഗ്രാൻഡ്ഫാദർ അടക്കമുള്ള ആളുകളെ, മുത്തച്ഛനടക്കമുള്ള ആളുകളെ ഞാൻ എന്ത് ചെയ്തു, വീട്ടിൻ്റെ ഉള്ളിലേക്ക് പറഞ്ഞയച്ചു. ഐ വാസ് ഫീലിംഗ് ഡ്രൗസി മൈസെൽഫ് ആൻഡ് വാസ് വണ്ടറിങ് ഇഫ് ഐ ഷുഡ് ഗോ ടു ദ പോണ്ട് ബിഹൈൻഡ് ദ ഹൗസ് ഫോർ എ സ്വിം. എനിക്ക് വല്ലാത്ത ക്ഷീണമൊക്കെ അനുഭവപ്പെട്ടു. വല്ലാത്ത എനിക്ക് ശരീരത്തിന് സുഖം കിട്ടാത്ത പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മുടെ വീട്ടിൻ്റെ പിന്നിലുള്ള ആ പോണ്ടിൽ പോയി, ആ ചെറിയ കുളത്തിൽ പോയി കുളിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചു. When I saw a huge black cobra, I was feeling drowsy myself and was wondering if I should go to the pond behind the house for a swim. ഞാൻ ആ പോണ്ടിലേക്ക് പോയി കുറച്ച് നീന്തി കുളിക്കാമെന്ന് വിചാരിച്ച്. When I saw a huge black cobra gliding out of a clump of cactus and making for some cooler part of the garden. ആ സമയത്താണ് ഞാൻ കണ്ടത് എ ബ്ലാക്ക് കോബ്ര ഗ്ലൈഡിങ് ഔട്ട് ഓഫ് ക്ലംപ് ഓഫ് കാക്ടസ്. അങ്ങനെ എന്താണ്, ആ കള്ളിച്ചെടിയുടെ ഇടയിൽ നിന്ന് ഒരു കറുത്തൊരു പാമ്പ് പുറത്തേക്ക് വരികയാണ്. ആൻഡ് മേക്കിംഗ് ഫോർ സം കൂളർ പാർട്ട് ഓഫ് ദ ഗാർഡൻ. ആ പൂന്തോട്ടത്തിലെ കൂളർ പാർട്ടായിട്ടുള്ള തണുത്ത ഭാഗത്തുള്ള അവിടെ പോയിട്ടായിരുന്നു ആ പാമ്പ് അവിടെ പോയി നിന്നു. കൂളർ പാർട്ട് ഓഫ് ദ ഗാർഡൻ. അറ്റ് ദ സെയിം ടൈം എ മംഗൂസ് whom I had often seen emerged from the bushes and were straight for the cobra. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന മംഗൂസ്
ആ സമയത്ത് തന്നെ അവിടെ എത്തി എന്നിട്ട് എന്ത് ചെയ്തു, എമേർജ് ഫ്രം ദ ബുഷസ് ആൻഡ് വെൻറ്റ് സ്റ്റേറ്റ് ഫോർ ദ കോബ്ര. ആ കുറ്റിച്ചെടിയുടെ ഇടയിൽ നിന്ന് കീരി പുറത്തേക്ക് വന്ന് കോബ്രയുടെ മുന്നിൽ പോയി, പാമ്പിൻ്റെ മുമ്പിലേക്ക് പോയിട്ട് അങ്ങനെ ഒരു ധൈര്യശാലിയെ പോലെ നിൽക്കുകയാണ്. ഇൻ എ ക്ലിയറിംഗ് ബിനീത്ത് ദ ട്രീ ഇൻ ബ്രൈറ്റ് സൺഷൈൻ ദേ കെയിം ഫേസ് ടു ഫേസ്. എനിക്ക് വളരെ നന്നായിട്ട് എവിടുന്ന് കാണായിരുന്നു, ആ ബ്രൈറ്റ് സൺഷൈൻ്റെ സൂര്യപ്രകാശത്തിൽ ഈ രണ്ട് അത് അതുപോലെ തന്നെ ആ കോബ്രയും അതുപോലെ തന്നെ കീരിയും മംഗൂസും മുഖാമുഖം നിൽക്കുന്നത് എനിക്ക് വളരെ ബ്രൈറ്റ് സൺഷൈനിൽ എനിക്ക് കാണാൻ പറ്റുമായിരുന്നു. കോബ്ര ന്യൂ ഓൺലി ടു വെൽ ദാറ്റ് ദ ഗ്രേ മംഗൂസ് 3 feet long was a superb fighter. Cobra knew only too well that the grey mongoose, ആ ഗ്രേ നിറത്തിലുള്ള ചാരനിറത്തിലുള്ള മംഗൂസ് അതുപോലെ തന്നെ കോബ്രയും 3 feet long 3 അടി നീളമുള്ള മംഗൂസാണ്. മംഗൂസ് 3 അടിയോളം നീളമുണ്ട്. വാസ് എ സൂപ്പർ ഫൈറ്റർ. രണ്ടാളും എന്താണ്, നല്ല ഫൈറ്ററാണ്, നല്ല പോരാളികളാണ്. ആൻഡ് അഗ്രസീവ്. കോബ്ര ആണെങ്കിൽ അതേപോലെ തന്നെ മംഗൂസ് എന്താണ് അഗ്രസീവാണ്, വളരെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള യുദ്ധം ചെയ്യാൻ തന്നെ കണക്കാക്കിയിട്ടാണ് ആര് വന്നിരിക്കുന്നത്, മംഗൂസ് വന്നിരിക്കുന്നത്. ബട്ട് ദ കോബ്ര വാസ് സ്കിൽഫുൾ ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫൈറ്റർ. എന്നാൽ കോബ്ര ഭയങ്കര ബുദ്ധിമാനായിരുന്നു, അതുപോലെ എക്സ്പീരിയൻസ് ഫൈറ്ററാണ്. ആ മംഗൂസിനോടൊക്കെ യുദ്ധം ചെയ്ത് ശീലമുള്ള, അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്ത് ശീലമുള്ള ഒരാളായിരുന്നു ആര്, കോബ്ര. ഹീ കുഡ് മൂവ് സ്വിഫ്റ്റ്ലി ആൻഡ് സ്ട്രൈക്ക് വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. അതിന് വളരെ പെട്ടെന്ന് കാറ്റിൻ്റെ വേഗതയിൽ ചാടാനും അതുപോലെ തന്നെ മറിയാനും മുന്നോട്ടേക്ക് നീങ്ങാനൊക്കെ ആർക്ക് കഴിയുമായിരുന്നു, ഈ കോബ്രക്ക് കഴിയുമായിരുന്നു. സ്പീഡ് ഓഫ് ലൈറ്റ് കണ്ടാ, ഇൻ ദ സ്ട്രൈക്ക് ദ കുഡ് മൂവ് സ്വിഫ്റ്റ്ലി ആൻഡ് സ്ട്രൈക്ക് വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. ആ വെളിച്ചത്തിൽ വളരെ സ്പീഡിൽ അതിന് നീങ്ങാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ അതിന് കഴിഞ്ഞിരുന്നു. ആൻഡ് ദ സാക്സ് ബിഹൈൻഡ് ഈസ് ലോങ് ഷാർപ്പ് fangs were full of deadly venom. Then, and the sacs behind his long sharp fangs were full of deadly venom. അതിൻ്റെ പല്ലിൻ്റെ ഇടയിൽ, പല്ലിൻ്റെ പിന്നിലായിട്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ പല്ലിൻ്റെ പിന്നിലായിട്ട് വെച്ചിരിക്കുന്ന വിഷം, അത് എന്താണ്, കുഡ് സാക്സ് ബിഹൈൻഡ് ദ ലോങ് ഷാർപ്പ് ഫാങ്സ് വെർ ഫുൾ ഓഫ് ഡെഡ്ലി വെനം. അതിൽ മുഴുവൻ എന്തായിരുന്നു, വിഷമായിരുന്നു. അതിൽ നന്നായിട്ട് വിഷമുണ്ടായിരുന്നു. അതിൻ്റെ പല്ലുകൾക്ക് പിന്നിലുള്ള സഞ്ചികളിൽ മാരകമായ വിഷം നിറച്ചു വെച്ചിരുന്നു. ദ ഫാങ്സ് ഫുൾ ഓഫ് ഡെഡ്ലി വെനം. ഡെഡ്ലി വെനം എന്ന് പറഞ്ഞാൽ വിഷം ആണ്, മരിച്ചു പോകുന്ന, അല്ലെങ്കിൽ കൊല്ലാൻ പറ്റുന്ന രീതിയിലുള്ള വെനം അതിൻ്റെ എന്തിലുണ്ടായിരുന്നു, ആ പല്ലിൻ്റെ പിന്നിലുള്ള സഞ്ചിയിലുണ്ടായിരുന്നു. ഇറ്റ് വാസ് ടു ബി എ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ്. ഇത് പോരാളികൾ തമ്മിലുള്ള യുദ്ധമാണ്, ഇത് വീരന്മാർ തമ്മിലുള്ള യുദ്ധമാണ്. ഹിസ്സിങ് ഡിഫിയൻസ്, ഹിസ് ഫോക്ക്ഡ് ടങ് ഡാർട്ടിങ് ഇൻ ആൻഡ് ഔട്ട്. അതിൻ്റെ ഹിസ്സിങ് ഡിഫിയൻസ്, ഹിസ് ഫോക്ക്ഡ് ടങ്, അതിൻ്റെ ആ ടങ്ക്, ആ നീളമുള്ള രണ്ട് ഭാഗത്തേക്ക് മുറിഞ്ഞു നിൽക്കുന്ന, രണ്ട് ഭാഗത്തേക്ക് മാറി നിൽക്കുന്ന ടങ്ക്, അത് പുറത്തേക്കും അതുപോലെ തന്നെ ഉള്ളിലേക്കും വലിക്കുന്നുണ്ടായിരുന്നു. ദ കോബ്ര റേസ്ഡ് ഇസ് 3 of his 6 feet. അതിന് 6 അടി ഉയരത്തിലോളം കോബ്ര പൊങ്ങി വന്നു. ആൻഡ് ദ ഗ്രൗണ്ട് ആൻഡ് സ്പ്രെഡ് ഈസ് ബ്രോഡ് സ്പെക്ടാക്കിൾഡ് ഹുഡ്. ആൻഡ് സ്പ്രെഡ്, അതിൻ്റെ സ്പെക്ടാക്കിൾഡ് ഹുഡ്, കണ്ണാടി പോലുള്ള അതിൻ്റെ പത്തി വിടർത്തി, ബ്രോഡായിട്ടുള്ള പത്തി അങ്ങ് വിടർത്തുകയാണ്. ദ മംഗൂസ് ബുഷ്ഡ് ഹിസ് ടെയിൽ. മംഗൂസ് അതിൻ്റെ വാല് ഉയർത്തി, രോമം പൊക്കി പിടിച്ചു. ദ ലോങ് ഹെയർ ഓൺ ഹിസ് സ്പൈൻ സ്റ്റുഡ് അപ്പ്. അതിൻ്റെ പിന്നിലുള്ള മംഗൂസിൻ്റെ പിന്നിലുള്ള വാലിൻ്റെ പിന്നിലുള്ള ആ രോമങ്ങൾ എന്താണ്, ഉയർന്ന് അവിടെ നിന്നു. ഇൻ ദ പാസ്റ്റ് ദ വെരി തിക്നെസ് ഓഫ് ഹിസ് ഹെയർ ഹാഡ് സേവ്ഡ് ഹിം ഫ്രം ഹിസ് ബൈറ്റ്സ്. പണ്ട് കാലങ്ങളിലൊക്കെ, അല്ലെങ്കിൽ കുറച്ച് മുമ്പിട്ടൊക്കെ മംഗൂസിനെ ആരെങ്കിലും ആക്രമിക്കുമ്പോൾ മംഗൂസ് രക്ഷപ്പെടാൻ ഉപയോഗിച്ചിരുന്ന അതിൻ്റെ വാലിൻ്റെ ആ രോമങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടായിരുന്നു. ഫ്രം ബൈറ്റ്സ് ദാറ്റ് വുഡ് ഹാവ് ബീൻ ഫാറ്റൽ ടു അതേഴ്സ്. മറ്റുള്ള ആളുകളിൽ നിന്ന്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മാരകമായി വെക്കുന്ന ദംശനങ്ങളിൽ നിന്ന് മുൻകാലങ്ങളിൽ അവനെ രക്ഷിച്ചത് അവൻ്റെ രോമത്തിൻ്റെ കട്ടിയായിരുന്നു, അല്ലെങ്കിൽ ആ രോമം ഉയർത്തിപ്പിടിച്ചിട്ടാണ് അവൻ മറ്റുള്ള ജീവികളിൽ നിന്ന് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. അതാണ് ഇന്നത്തെ നമ്മളെ ഈ പാഠഭാഗത്തിൽ ഉള്ളത്. അതിൽ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. എന്താണ് ചോദ്യം? വാട്ട് വാസ് ദ ഇൻസിഡൻറ്റ് ദാറ്റ് ട്രിഗേർഡ് എ ലോങ് ലാസ്റ്റിംഗ് എക്സൈറ്റ്മെൻറ്റ് ഫോർ ദ ബോയ് ഇൻ സമ്മർ? എന്ത് ഇൻസിഡൻ്റ് ആയിരുന്നു കുട്ടിക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കിയത്? അത് നമുക്കറിഞ്ഞു അല്ലേ. ഈ അതുപോലെ തന്നെ എന്തായിരുന്നു ഇൻസിഡൻറ്റ്? ആ കോബ്രയും അതുപോലെ തന്നെ മംഗൂസും തമ്മിലുള്ള സംഘടനമായിരുന്നു കുട്ടിക്ക് അത്ഭുതമുണ്ടാക്കിയത്.
ഏഴാമത്തെ ചോദ്യം എന്താണ്? ഹൗ ഡിഡ് ദ കോബ്ര റിഗാർഡ് ഹിസ് ഒപ്പണൻറ്റ് വെർ ദ ട്രൂ വാരിയേഴ്സ്? എങ്ങനെയാണ് കോബ്ര മനസ്സിലാക്കിയത് എൻ്റെ എതിരാളിയായിട്ടുള്ള മംഗൂസിനെ? ഹൗ ഡിഡ് ദ കോബ്ര റിഗാർഡ് ഹിസ് ഒപ്പണൻറ്റ് വെർ ദ ട്രൂ വാരിയേഴ്സ്? എൻ്റെ എതിരാളിയായിട്ടുള്ള മംഗൂസ് നല്ല ഒരു പോരാളിയാണെന്ന് എങ്ങനെ കോബ്രയ്ക്ക് മനസ്സിലായി അല്ലേ? കോബ്രയ്ക്ക് എങ്ങനെ മനസ്സിലായത്? കോബ്ര ആ സമയത്താണ് മംഗൂസ് തൻ്റെ ശക്തി ഉപയോഗിച്ച് തൻ്റെ പിൻഭാഗത്തുള്ള വാലിൻ്റെ രോമങ്ങൾ എടുത്തു പിടിച്ച് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് കോബ്രയ്ക്ക് മനസ്സിലായത് ഇവൻ ആൾ ശക്തിമാനാണ്. ഹൗ ഡിഡ് ദ മംഗൂസ് മാനേജ് ടു എസ്കേപ്പ് ഫ്രം ദ സ്നേക്സ് ബൈറ്റ്? എങ്ങനെയാണ് മംഗൂസ് സ്നേക്കിൻ്റെ കടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചത് എന്നാണ് ഇതിൽ ചോദിക്കുന്നത് അല്ലേ? അങ്ങനെയാണ് രക്ഷപ്പെട്ടത്. എനിക്ക് തോന്നുന്നു നമുക്ക് അറിയാം, മംഗൂസ് അതിൽ ചെയ്തിരിക്കുന്നതാണ് അതിൻ്റെ വാലിൻ്റെ രോമം ഉയർത്തിപ്പിടിച്ചിട്ടാണ് ആരെ പേടിപ്പിച്ചത്? ആ മംഗൂസിനെ പേടിപ്പിച്ചത്. അപ്പോൾ നമ്മുടെ പാഠഭാഗം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നന്നായി വായിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതോ, മറ്റുള്ള ചോദ്യങ്ങൾക്കെല്ലാം നമ്മൾ പിന്നീട് ഉത്തരം പറയും. മംഗൂസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം കീരിയാണ്. അതുപോലെ തന്നെ ഡ്രൗസി എന്ന് പറഞ്ഞാൽ ഒരു ക്ഷീണം തോന്നുന്നു, ഉറക്കമുള്ളൊരവസ്ഥ. അതുപോലെ ക്ലമ്പ് എന്ന് പറഞ്ഞാൽ കൂട്ടം. ക്ലംബ് ഓഫ് കാക്ടസ് എന്ന് പറഞ്ഞെങ്കിലേ കള്ളിച്ചെടിയുടെ ഒരു കൂട്ടം തന്നെ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അഗ്രസീവ്, ആക്രമണ സ്വഭാവമുള്ള, ആരെയും ആക്രമിക്കാൻ ഉള്ള രീതിയിലുള്ള ഇതിനാണ് നമ്മൾ അഗ്രസീവ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് ഡിഫിയൻസ്, വെല്ലുവിളിക്കുക. ഡിഫിയൻസ് എന്ന് പറഞ്ഞാൽ വെല്ലുവിളിയാണ്, മറ്റുള്ള ആളുകളെ വെല്ലുവിളിക്കുക. അതുപോലെ സ്പെക്ടാക്കിൾഡ് ഹുഡ്, കണ്ണാടി അടയാളമുള്ള പത്തിക്കാണ് എന്ത് പറയുന്നത്? സ്പെക്ടാക്കിൾഡ് ഹുഡ് എന്ന് പറയുന്നത് അല്ലേ? പിന്നെ എന്താണ്? ബുഷ് എന്ന് പറഞ്ഞാൽ നമ്മളെ വിടർത്തി നിൽക്കുന്നതാണ് ബുഷ് എന്ന് പറയുന്നത്. അതുപോലെ ഫാറ്റൽ എന്ന് പറഞ്ഞാൽ മാരകമായ കാരണമായ കാര്യത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫാറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിച്ചതിന് ശേഷം അതിൻ്റെ ചോദ്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ഉത്തരങ്ങളും എഴുതി വെക്കും. ഓക്കെ, താങ്ക് യു.